മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതോടെ മധ്യകേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടുകൂടി. എറണാകുളത്തെ വിവിധ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം ആരിഫ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ എല്ലാ മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതോടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ആവേശം ലഭിച്ചു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന വിവിധ പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. രാവിലെ നടന്ന ആദ്യ പൊതുയോഗം ചെറായിലും തുടർന്ന് പള്ളുരുത്തിയിലും മറൈൻ ഡ്രൈവിലും മുഖ്യമന്ത്രി സംസാരിച്ചു. കോൺഗ്രസിന്റെ നിലപാടില്ലായ്മയെയും കെടുകാര്യസ്ഥതയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഇതിനിടെ ആലപ്പുഴ LDF സ്ഥാനാർത്ഥി AM ആരിഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിലെ വരണാധികാരിക്ക് മുന്നിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വാഹന പര്യടനം നടത്തി. രാവിലെ 8-ന് അകലക്കുന്നം പഞ്ചായത്തിലെ പര്യടനം കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. അകലക്കുന്നം, അയർക്കുന്നം, മണർകാട്, കൂരോപ്പട എന്നീ പഞ്ചായത്തുകളിലാണ് പര്യടനം നടത്തിയത്. കോട്ടയം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ 8 മണിക്ക് ലൈറ്റ് ഹൗസ് ഭാഗത്തു നിന്നും ആരംഭിച്ച പര്യടനം വിവിധ പഞ്ചായത്തുകളിലെ 40ഓളം സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നുപോയത്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലാണ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ പര്യടനം ഇന്ന് ആരംഭിച്ചു. മന്ത്രി KN ബാലഗോപാൽ പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പൊതുപര്യടനവും ഇന്ന് ആരംഭിച്ചു. പീരുമേട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലൂടെയാണ് പര്യടനം പുരോഗമിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.